അല്ലടാ, നിന്റെ ലവർ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ആളെവിടെ? ലവറോ? ആ, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞേ? അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? നിന്നെ എനിക്കറിയില്ലേ. നിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്കങ്ങനെയാ തോന്നിയത്. അല്ല, കൊച്ചെവിടെ? വന്നില്ലേ? അല്ല, ഇതാരാ? അമ്മ, പപ്പ, ഇത് വിഘ്നേഷ്. ഇവനെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. ഇവൻ എൻ്റെ ഫ്രണ്ടാ. ഹായ് അങ്കിൾ. ഹായ് ആൻറ്റി. ആ, വാ മോനെ, ഇരിക്കേ. അപ്പം മോൻ്റെ അച്ഛനും അമ്മയും? അച്ഛനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, അമ്മ ടീച്ചറാണ്. അപ്പോൾ അനിയനോ അനിയത്തിയോ അങ്ങനെ ആരുമില്ലേ? ഏയ് ഇല്ല. ആ, എന്നെപ്പോലെ തന്നെയല്ലേ. ചോദിക്കാൻ വിട്ടു, കാളയ്ക്ക് സിബ്ലിങ്സ് ഇല്ലേ? ഏയ്, ഇവർക്ക് എന്നെ തന്നെ സഹിക്കാൻ വയ്യ, പിന്നെ ഇനി ഒന്നും കൂടെ വേണ്ടെന്ന് വെച്ചു. അല്ലേ പപ്പ? പിന്നെ അമ്മ എന്താണെന്നും മിണ്ടാത്തേ? ഏയ്, ഞാൻ കരുതി നീ സ്നേഹിക്കുന്ന കൊച്ചിനായിരിക്കും കൊണ്ടുവരുന്നതെന്ന്. ഞാൻ ആഗ്രഹിച്ചു പോയി ഒന്ന് കാണാൻ. അയ്യോ, എന്നും പറഞ്ഞ് വന്നതിൽ ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കരുതല്ലേ. ഇവൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഡിന്നറിന് ഒരാളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വല്ല പെങ്കൊച്ചായിരിക്കുമെന്ന്. സാധാരണ അഗസ്റ്റിൻ്റെ അച്ഛനെ അല്ലാതെ ഇവ ഇതുവരെ വേറെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അതാ ഞാൻ ഡൗട്ട് അടിച്ചേ. ആ ആൻറ്റി, അത് കുഴപ്പമില്ല, ഞാൻ ഒന്നും കരുതിയില്ല. ആ, നീതേ അതുകൂടെ എടുത്ത് കഴിച്ചേ. അയ്യോ മതിയടാ, ഞാൻ പോട്ടെ, ലേറ്റായി. മോൻ എവിടെയാണ് താമസം? അത് ടൗണിൽ റെഞ്ചിന് താമസിക്കുക. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ ആൻറ്റി. അല്ല മോനെ, ഇതിപ്പോൾ 9 മണി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പോണോ? മോനൊന്ന് ഇവിടെ നിൽക്ക്, നാളെ രാവിലെ പോകാം. ഏയ്, അതൊന്നും വേണ്ട ആൻറ്റി, അത് സാരമില്ല. അത് സാരമുണ്ട്, നീ ഇന്നിവിടെ കിടന്നാൽ മതി. ഇതാ കാളി, വികി, നീനൊന്നും പറയണ്ട, നാളെ രാവിലെ നീ പോയിക്കോ. കണ്ണാ, നീ ചെല്ല്, അവനെ കൊണ്ട് റൂം കാണിച്ചോട്. നാളെ രണ്ടുപേർക്കും കോളേജിൽ പോകണ്ടേ, പോയി ഇറങ്ങിക്കോ നേരത്തെ. ദേ, ഇതാണ് എൻ്റെ റൂം. ആഹാ, കൊള്ളാലോ. കാളി, എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു, പക്ഷേ എൻ്റെ വേറെ ഡ്രസ്സില്ലല്ലോ. അതിനെന്താ, എനിക്കിവിടെ ഒരുപാട് ഡ്രസ്സുണ്ട്. എന്തേ, അതൊന്നും പോരെ? നിനക്ക് കുഴപ്പമുണ്ടോ അതിടുന്നതിന്? പോടാ. ആ, നീ ഫ്രഷായിട്ട് വാ, ടവലിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്, നീ പോയിട്ട് വാ, ഡ്രസ്സ് തരാം. നീ വന്നിട്ട് ഞാൻ ഫ്രഷ് ആയിക്കോളാം, നീ ചെല്ല്. ആ.
നിനക്ക് നമ്മുടെ ഹെക്ടറിന് ഇഷ്ടമാണ്? ഓ കുന്തം. ആ നീയൊന്നും പറയണ്ട, ഇവിടെ അമ്മ ചോദിച്ചു ചുണ്ടി എന്ത് പറ്റിയെന്ന്. ഒരു വിധമാ ഞാനൊന്ന് പറഞ്ഞൊഴിഞ്ഞത്. ഓ ചിരിക്കാണല്ലേ. ആ നാളെ ആവട്ടെ, ഇതിൻ്റെ കേട് ഞാൻ മാറ്റിത്തരാം. ജസ്റ്റ് വെയിറ്റ് ബേബി. ഡാ ഞാൻ ഇപ്പോൾ വിളിക്കാമേ, ഒരു മിനിറ്റ്. ചിമ്മി, നീ കിടന്നില്ലായിരുന്നോ? ആ കിടന്നതാ, ഉറക്കം വരുന്നില്ല. എന്തോ പറ്റി? ആ എനിക്കറിയില്ല. ചിമ്മി മോളെ, ആർ യു ഓക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചാനോട് പറ. ആ ഒന്നുമില്ല ചായ, എന്തൊക്കെയാ മനസ്സിൽ ചെറിയ ഡൗട്ട് പോലെ. എനിക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളിൽ. എനിക്കാണെങ്കിൽ ആഹാ, നീ ഇനി അത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാൽ പുറകെ പോകണ്ട. അതൊക്കെ ഒരു ടൈം ആകുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. എന്തായാലും സിറ്റുവേഷനിൽ നിൻ്റെ എല്ലാ ഡൗട്ടും അത് ക്ലിയർ ആയിക്കോളും. ജസ്റ്റ് വെയിറ്റ് ടിൽ ദെൻ. അല്ല, എന്തിനു പറ്റിയാ നിൻ്റെ ഇത്രയും വലിയ ആലോചനയും ആവലാതിയൊക്കെ? ഏയ് അത് പ്രത്യേകിച്ചൊന്നുമില്ല. കോളേജിൽ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അത്രേ ഉള്ളൂ. ഇച്ചായ എന്തായാലും പോയി കിടന്നോ. ജോൻ ചായൻ ഇച്ചായൻ്റെ കോളിനോട് കാത്തിരിക്കുകയായിരിക്കും. ചെല്ല്, ഇച്ചായനെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. ആ ഓക്കെ, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടല്ലോ. ഇനി കോളേജിൽ പ്രശ്നമെല്ലാം ആയെങ്കിൽ എന്നെ പേടിച്ച് പറയാതിരിക്കണ്ട. പിന്നെ നീ കൂടുതലൊന്നും ആലോചിച്ച് വെറുതെ ഉറക്കം കളയണ്ട. ചെല്ല്, പോയി കിടന്നുറങ്ങ്. എല്ലാം സമയമാകുമ്പോൾ ഓക്കെ ആയിക്കോളും. നീ ചെല്ല്. ഗുഡ് നൈറ്റ്. ആ അച്ഛാ പറയാം. ഗുഡ് നൈറ്റ്. ആടാ, വിഗ് എൻ്റെ കൂടെ ഉണ്ട്. അവനെ ഇന്ന് വിട്ടില്ല, നൈറ്റായില്ലേ. അതുകൊണ്ട് അമ്മ പപ്പയും പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അവന് വിട്ടില്ല. അവൻ കുളിക്കുവാടാ. അല്ല, നിങ്ങളുടെ പടക്കം തീർന്നോ? ആ അത് പിന്നെ അറിയാമല്ലോ. നിനക്ക് മുമ്പ് അഗസ്ത്യ വിളിച്ചായിരുന്നു. അവൻ പറഞ്ഞു നീ ദേശിച്ച് ഫോൺ കട്ട് ചെയ്തിട്ട് പോയെന്ന്. എന്തുവാടാ വെറുതെ ഇട്ട് അവനെ? ഏയ് അത് ചുമ്മാളിയാ. അവന് എപ്പോഴും തൊട്ടെടുത്താൽ ശരിയാവത്തില്ല. കുറച്ചൊക്കെ ഒന്ന് എനിക്ക് ജയിക്കണ്ടേ. അവൻ പോട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാളെ അവൻ ഉണ്ടായിരിക്കുമ്പോൾ മോന്തേം വലിച്ചിറക്കി അവിടെ ഇരിക്കുന്നത് ഞാൻ കാണും. ഏയ് അങ്ങനെയൊന്നുമില്ല, അവൻ മിണ്ടിക്കോളും, എനിക്കറിയാം. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആണല്ലോ. ഇടയ്ക്കിടന്ന് ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. നീ രണ്ടെണ്ണവും കിടന്ന് അടികൂടും പിണക്കവും എല്ലാം ആയിട്ട് നിങ്ങളങ്ങ് പോകും. പാവം ഞാൻ. ആടാ, അവ ഇറങ്ങിയെന്ന് തോന്നുന്നു, സൗണ്ട് കേട്ടോ. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. എടാ, എനിക്ക് ഷർട്ട് വേണ്ട, ടീഷർട്ട് വല്ലതും ഉണ്ടോ?